ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാധാ ബർഗറല്ല, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ബർഗർ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ ബർഗർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബർഗറിലേക്കുള്ള പാറ്റീസ് റെഡിയാക്കാൻ പോവാണ്. ഇതിലേക്ക് ഏകദേശം 150-200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കന് നമ്മൾ ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതുപോലാണ് ചിക്കൻ അരച്ചെടുക്കേണ്ടത്. നമ്മൾ പാറ്റീസിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച ബ്രെഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളകും പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂൺ ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഒറിഗാനോൻ്റെ സീഡും കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, അതുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാൽ ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് ഞാനൊരു ഹാഫ് പാർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളുടെ ചിക്കൻ്റെ മാവ് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അത് ഞാൻ കുറച്ച് കയ്യിൽ ഓയിൽ തടവി വെച്ചിട്ടുണ്ട്, കയ്യിൽ ഒട്ടി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കട്ട്ലേറ്റിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഉണ്ടാവല്. ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും പൊടിയും 1/4 ടീസ്പൂൺ മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പാറ്റീസ് ഇതിൽ കോട്ട് ചെയ്തിട്ടൊന്ന് ചൂട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക.
ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാറ്റീസും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കോട്ട് ചെയ്തെടുത്ത മൈദൻ്റെയും കോൺഫ്ലവറിൻ്റെയും മിക്സാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഞാൻ ഇവിടെ കുറച്ച് കോൺഫ്ലെക്സ് എടുക്കുന്നുണ്ട്, നമ്മൾ ബർഗർ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് കൈവച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ ബർഗർ സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബർഗറിൻ്റെ ബണ്ണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ ബർഗറിൻ്റെ മേലെ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ബർഗർ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ്റെ പാറ്റീസ് നമ്മൾ ബർഗറിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ അമൂലിൻ്റെ ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ചീസ് സ്ലൈസ് എടുത്തിട്ട് നമ്മൾ പാറ്റീസിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബർഗറിൻ്റെ മേലെ ബർഗർ സോസ് ഒഴിച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് തക്കാളി ലെറ്റ്യൂസൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി, ബർഗർ കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററില്ലേ, അതിലൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മുക്കിയെടുക്കുകയാണ്. എന്നിട്ടിത് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കോൺഫ്ലെക്സിലിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബർഗർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ബർഗർ ചൂട് എണ്ണയിലോട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. ബർഗർ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ള ബർഗറും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബർഗറിന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.